ഗുഡ് മോർണിംഗ്. ഇന്നലെ തുടങ്ങിയ എക്സസൈസ് ഇന്ന് തന്നെ മുടങ്ങിപ്പോയതിൻ്റെ സങ്കടത്തിൽ ഞാനൊരു ചായ കുടിക്കുവാണേ. ചായ കുടി എനിക്കൊരു ശീലമല്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് അത് ശീലമായി മാറിയത്. അപ്പോൾ കുടി നിർത്തലിൻ്റെ ഭാഗമായിട്ട് ഗ്ലാസിൻ്റെ അളവൊന്ന് കുറച്ചു. ഇന്നൊരു അവിയൽ തട്ടിക്കൂട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ അവിയൽ ശരത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. കാരണം ഈ അവിയൽ അന്ന് അവൻ വന്നപ്പോൾ ഉണ്ടാക്കണമെന്ന് കരുതിയതാണ്, നടന്നില്ല. അതുകൊണ്ട് ഇത് ഇപ്പോഴുണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഈ ഒരു ചീനച്ചട്ടി എന്നെ ഒരുപാട് പൊള്ളിച്ചിട്ടുള്ളതാണെങ്കിലും ഇതിൽ എന്ത് വെച്ചാലും അതിനൊരു പ്രത്യേക രുചിയാണ്. അങ്ങനെ നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. തേണ്ട കരിവേപ്പിലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒരു സ്വല്പം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കടച്ചക്ക പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കണം. മീൻ ഇന്നലെ രാത്രിയിൽ വെട്ടി കൂട്ടാൻ വെച്ചതുകൊണ്ട് ഇന്ന് എനിക്ക് മീനിൻ്റെ പുറകെ പോകേണ്ടി വന്നില്ല. അപ്പം കടച്ചക്ക പുളിശ്ശേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തേക്കുന്നത് ചമ്മന്തിയും ദോശയുമായിരുന്നു. ദോശയെന്ന് പറഞ്ഞാൽ വെറും ദോശയില്ല കേട്ടോ, എൻ്റെ സ്പെഷ്യൽ മസാല ദോശയാണ്. ശരിക്കും ഇതൊരു ഉടായ്പ ദോശയാണെങ്കിലും ഇതിനൊരു പ്രത്യേക രുചിയാണ്. വിസ്തരിച്ച് വലിയ ദോശ ഉണ്ടാക്കി മസാലയൊക്കെ വെച്ച് ഒരുപാട് ടൈം എടുത്ത് വെക്കാനായിട്ട് എനിക്ക് സമയമില്ല എന്നതുകൊണ്ട് ദോശയും മസാലയും കൂടെ ഒരുമിച്ച് റെഡിയാകാനതുകൊണ്ട് ഞാൻ ആദ്യം ദോശയെല്ലാം അങ്ങ് ചുട്ട് കഴിഞ്ഞിട്ട് ഓരോ ദോശ എടുത്തിട്ടാണ് ഈ മസാല പിന്നീട് വെച്ചത്. ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു പരിപാടി സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനൊരു പ്രത്യേക എളുപ്പം എനിക്ക് തോന്നി. അപ്പം ഇങ്ങനെയൊക്കെ ഉടായ്പിൽ എന്തെങ്കിലും ചെയ്യുന്നതിനൊരു പ്രത്യേക ടേസ്റ്റും തോന്നാറുണ്ട്. ഒത്തിരി ടൈം എടുത്ത് ഞാൻ എന്ത് ചെയ്താലും അത് പോകത്തേ ഉള്ളൂ. ടൈമൊന്നും എടുക്കാതെ ഒന്നും വിചാരിക്കാതെ ഇങ്ങനെ കൂളായിട്ട് നിന്നെടുക്കുന്നത് വിജയിക്കുകയും ചെയ്യും.